നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ ഉത്രാട ദിനാശംസകൾ. ഞാൻ അജിത. പ്രധാന വാർത്തകൾ. ആഹ്ലാദ നിറവിൽ തിരുവോണം പടിവാതിലിൽ മഹാബലി മന്നനെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. വിപണികളിൽ വൻ തിരക്ക്. ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കം. രാജഭരണകാലത്തെ ഓർമ്മകൾ പുതുക്കി ഉത്രാടക്കിഴി സമർപ്പണം. വയസ്കര രാജ്ഭവൻ കോവിലകത്തെ സൗമ്യവതി തമ്പുരാട്ടിക്ക് കിഴിപ്പണമായി നൽകിയത് 1001 രൂപ. ബദൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അഭിപ്രായപ്പെടാതെ മന്ത്രി VN വാസവൻ. ബദൽ അയ്യപ്പ സംഗമം അവരുടെ സ്വാതന്ത്ര്യമെന്നും ദേവസ്വം മന്ത്രി. വാർത്തകൾ വിശദമായി. പൊന്നിൻ തിരുവോണ ദിനം എത്താൻ മണിക്കൂറുകൾ മാത്രം. വർഷത്തിൽ ഒരിക്കലെത്തുന്ന പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണ ദിനം പടിവാതിലിൽ തന്റെ പ്രജകളെ കാണാൻ മഹാബലി തമ്പുരാൻ എത്തുന്ന ദിനം. അത്തം മുതൽ തുടങ്ങിയ ഓണാഘോഷത്തിന്റെ 9ാം നാളാണിന്ന്. ഒരു രാവിന് അപ്പുറം തിരുവോണത്തെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങി. ഉത്രാട ദിനം ഇരുട്ടി വെളുക്കുന്നത് പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണ നാളിലേക്കാണ്. 1ാം ഓണമാണ് ഉത്രാടം. 2ാം ഓണമാണ് തിരുവോണമായി ആഘോഷിക്കുന്നത്. മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് എത്തുന്ന സുദിനത്തിൽ പുലർച്ചെ കുളി കഴിഞ്ഞ് പുത്തൻ കോടിയുടുത്താണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത്. ഓണാഘോഷം എന്നാൽ മലയാളിക്ക് എപ്പോഴും ഗൃഹാതുരത്വം നിറഞ്ഞതാണ്. ഓർമ്മകളുടെ കൂമ്പാരമാണ് ഓണദിനങ്ങൾ. പുലർച്ചെയുള്ള ക്ഷേത്ര ദർശനമാണ് തിരുവോണ ദിനത്തിലെ പ്രധാന പതിവ്. തുടർന്ന് വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കും. പിന്നാലെ ഓണസദ്യ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾ എല്ലാം ചേർന്നുള്ള ഓണസദ്യ. ഉച്ചയ്ക്ക് ശേഷം ഓണക്കളികളും ബന്ധുവീടുകളിലെ സന്ദർശനവും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ തിരുവോണാശംസകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. തിരുവോണ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള നെട്ടോട്ടത്തിലായിരുന്നു വീട്ടമ്മമാർ. എല്ലാ കടകളിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടെ നഗരത്തിലേക്ക് എത്തുന്ന ദിവസമാണിത്. വിപണികൾ ചൂടുപിടിച്ചതോടെ നഗരങ്ങളെല്ലാം തിരക്കിലമർന്നു. വസ്ത്രവ്യാപാരശാലകളിലും മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം പൊടിപിടിച്ച കച്ചവടമായിരുന്നു. വഴിവാണിഭങ്ങളിലും ഓണച്ചന്തകളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉത്രാട ദിനത്തിൽ വഴിയോര പൂവിപണിയും സജീവമായിരുന്നു. തിരുവോണാഘോഷത്തിനും സദ്യവട്ടത്തിനുമുള്ള തിരക്കിട്ട ഒരുക്കമാണ് 1ാം ഓണമായ ഉത്രാടത്തെ ആവേശത്തിലാക്കുന്നത്. അത്തം തുടങ്ങി 9ാം നാളാണ് ഉത്രാടം. ദൂരസ്ഥലങ്ങളിലുള്ളവരെല്ലാം വീടുകളിലെത്തി തിരുവോണത്തിനായി ഒത്തുകൂടുന്ന ദിവസമായ ഉത്രാടം ഓണാഘോഷങ്ങളുടെ ആരംഭവും കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആചാരത്തനിമയിൽ ഉത്രാടക്കിഴി സമർപ്പണം നടന്നു. കോട്ടയം വയസ്കര രാജ്ഭവനിലെ സൗമ്യമതി തമ്പുരാട്ടിക്കാണ് ഉത്രാടക്കിഴി കൈമാറിയത്. വയസ്കര രാജ്ഭവനിലെത്തി മന്ത്രി VN വാസവൻ ഉത്രാടക്കിഴി കൈമാറി. ആചാരം തെറ്റിക്കാതെ ഉത്രാട ദിനത്തിൽ ഉത്രാടക്കിഴി കൈമാറി. കോട്ടയം വയസ്കര രാജ്ഭവൻ കോവിലകത്തെത്തി സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉത്രാടക്കിഴി കൈമാറി. വയസ്കര കോവിലകത്തെ NK സൗമ്യവതി തമ്പുരാട്ടിക്കാണ് 1001 രൂപ അടങ്ങിയ ഉത്രാടക്കിഴി കൈമാറിയത്. കൊച്ചി രാജാവ് കുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് ഓണത്തോടനുബന്ധിച്ചു നൽകിയിരുന്ന ഓണസമ്മാനമായിരുന്നു ഉത്രാടക്കിഴി. കൊച്ചി രാജവംശത്തിന്റെ പിന്മുറക്കാരി എന്ന നിലയിലാണ് വയസ്കര കോവിലകത്തെ രാജരാജവർമ്മയുടെ ഭാര്യ സൗമ്യവതിക്ക് കിഴി കൈമാറിയത്. തൃശൂർ കളക്ടറേറ്റിൽ നിന്ന് അനുവദിക്കുന്ന തുക ബന്ധപ്പെട്ട തഹസീൽദാർമാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, കോട്ടയം തഹസിൽദാർ SN അനിൽകുമാർ, കോട്ടയം വില്ലേജ് ഓഫീസർ ജബോയ് മാത്യു എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് കോട്ടയത്ത് തുടക്കമായി. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷ പരിപാടി ചിങ്ങനിലാവ് 2025 തിരിതെളിഞ്ഞു. തിരുനക്കര മൈതാനത്ത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കുന്നതിനുള്ള സാഹചര്യം ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഓണം എന്ന സങ്കല്പം നാടുവാണിയിരുന്നാലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. കള്ളവുമില്ല, ചതിവുമില്ല, വെള്ളവുമില്ല, പുളിവചന, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്ന രൂപത്തിലുള്ള കാവ്യഭാവനകൾ നമ്മുടെ മുമ്പിലായി ഈരടിയിൽ തന്നെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സമഭാവനകളുടെയും സന്ദേശങ്ങൾ വിതരണം ചെയ്യുക. എന്റേറെ നിന്റേറെ എന്ന വ്യത്യാസമില്ലാത്ത, പണിയെടുക്കുന്നവൻ വെടിപ്പിക്കുന്നതിനും വ്യത്യാസമില്ലാത്ത, മർദ്ദകനും മർദ്ദനമില്ലാത്ത, ചൂഷകനും ചൂഷിതനുമില്ലാത്ത, അടിയാനും ഉടയാനുമില്ലാത്ത, ജന്മിയും കുടിയാനുമില്ലാത്ത, മുതലാളിയും തൊഴിലാളിയുമില്ലാത്ത സമത്വസുന്ദരമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ സന്ദേശമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്.
കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP ഓണസന്ദേശം നൽകി. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S. ശ്രീജിത്ത്, നഗരസഭാംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീജ അനിൽ, ജയമോൾ ജോസഫ്, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റൂബി ജേക്കബ്, DTPC സെക്രട്ടറി ആതിര സണ്ണി, പോൾസൺ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ജാസി ഗിഫ്റ്റിന്റെ സംഗീത പരിപാടി നടന്നു. സെപ്റ്റംബർ 8 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ടാക്സി ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പായസമേള നടത്തി. ലൈവായി പായസം ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. പായസമില്ലാതെ എന്തോണം? വീട്ടമ്മമാരുടെ ജോലി എളുപ്പമാക്കി പൊൻകുന്നത്ത് പായസമേള. പൊൻകുന്നം ടാക്സി ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മേള. ലൈവായിട്ട് പായസം ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. 1 ലിറ്ററിന് 250 രൂപയായിരുന്നു വില. എല്ലാവർക്കും പൊൻകുന്നം ടാക്സി ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാശംസകൾ. എല്ലാ വർഷവും നടത്തി വരുന്ന പായസമേളയിൽ ഇപ്രാവശ്യം ഞങ്ങളൊരു പുതുമയായിട്ട് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. 1 ലിറ്ററിന് 250 രൂപ വെച്ചാണ് ഞങ്ങളതിന് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ സംഘടനയുടെ പേരിലാണ് ഇത് നടത്തപ്പെടുന്നത്. വർഷങ്ങളായി പൊൻകുന്നം ടാക്സി ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി പായസമേള നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓണം എത്തിയതോടെ പായസമേളകൾ സജീവമായി. അടപ്രഥമൻ, പാലട, പരിപ്പ് തുടങ്ങിയ വിവിധ ഇനം പായസങ്ങൾ മേളയിൽ ഒരുക്കിയിരുന്നു. ഓണം അടുത്തെത്തിയതോടെ വിവിധ കേന്ദ്രങ്ങളിൽ പായസമേളകൾ സജീവമായി. അത്തം മുതൽ തന്നെ പലയിടത്തും പായസമേളകൾ ആരംഭിച്ചിരുന്നു. അടപ്രഥമൻ, പാലട, പരിപ്പ് തുടങ്ങി വിവിധയിനം പായസങ്ങളാണ് മേളകളിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഉപ്പേരികളും അച്ചാറുകളും വാങ്ങാം. ഇവിടെ താരം അടപ്രഥമനും പാലടയും ഒക്കെയാണ്. ആവശ്യക്കാരേറെയാണ്. ഓണസദ്യക്ക് കറികൾ അല്പം കുറഞ്ഞാലും പായസം മലയാളിക്ക് നിർബന്ധമായതുകൊണ്ട് ഓണത്തിന് രുചി പകരാൻ വിവിധതരം പായസങ്ങൾ മേളയിലുണ്ട്. പ്രധാന കേന്ദ്രങ്ങളിൽ ഓണം സ്പെഷ്യൽ വിപണികൾ സജീവമാണ്. അടപ്രഥമൻ, പാലട എന്നിവയ്ക്ക് ലിറ്ററിന് 300 രൂപയാണ്. ഓണം അടുത്തതോടെ പായസമേളകളിൽ ബോളിയും എത്തിക്കഴിഞ്ഞു. പാൽപ്പായസത്തിനൊപ്പം ബോളിയും കൂടിയുള്ളത് കൂടുതൽ രുചികരമാവുന്നതിനാൽ നിരവധി ആളുകൾ വാങ്ങാനെത്തുന്നതായി സംഘാടകർ പറയുന്നു. തിരുവനന്തപുരത്തുള്ളതാണ് ഈ ബോളി. സാധാരണ നമുക്കറിയാം ഇവിടെയെങ്കിലും സാധാരണമല്ല. തിരുവനന്തപുരത്ത് സദ്യയ്ക്ക് ശേഷം അവസാനം കൊടുക്കുന്ന ഒരു ഐറ്റമാണ് പായസവും ബോളി. അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് കോട്ടയത്ത് താരതമ്യേന വഴിയിലെങ്കിലും ഇത് കാണാൻ കിട്ടിയില്ല. പെട്ടെന്ന് കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ടായിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഇവിടെയുള്ള ആളുകളെല്ലാം അത് 2 കൈ നീട്ടി സ്വീകരിച്ചു. ഞാനിപ്പോൾ 1 മാസമായി തുടങ്ങിയിട്ട് എല്ലാവരും നന്നായിട്ട് പായസവും ബോളി വാങ്ങി കഴിക്കുന്നുണ്ട്. വീണ്ടും തുടർന്ന് ഞാനിപ്പോൾ ഓണത്തിന് ശേഷം വീണ്ടും തുടർന്ന് ഇവിടെ പായസവും ബോളിയും കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വ്യത്യസ്തമായ ഓണാഘോഷം നടത്തി. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മഹാബലി തമ്പുരാനെ എതിരേറ്റു. ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരവും മുണ്ടക്കയം സ്വദേശിയുമായ ജോജി കെ ജോൺ മുഖ്യാതിഥിയായി. തിരുവാതിരകളി, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, ബോൾ പാസിംഗ്, വടംവലി, കസേരകളി തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ എല്ലാവരും പങ്കുചേർന്നു. അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബദൽ അയ്യപ്പ സംഗമം അവരുടെ സ്വാതന്ത്ര്യമാണെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ബദൽ അയ്യപ്പ സംഗമം അവരുടെ സ്വാതന്ത്ര്യമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണ്. പ്രതിപക്ഷ നേതാവിന്റെ സമയം അന്വേഷിച്ചതിന് ശേഷമാണ് ക്ഷണിക്കാൻ ചെന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. 2-ാം തീയതി കാണാമെന്ന് പറഞ്ഞത് പ്രകാരമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷണിക്കാനായി ചെന്നത്. ക്ഷണിക്കാൻ ചെന്നപ്പോൾ കാണാൻ അസൗകര്യമുണ്ടെന്നും കിടക്കുകയാണെന്നും പേഴ്സണൽ സ്റ്റാഫ് പറഞ്ഞതായും മന്ത്രി VN വാസവൻ പറഞ്ഞു. കത്ത് തന്നാൽ കൊടുക്കാമെന്ന് സ്റ്റാഫ് പറഞ്ഞപ്പോൾ കത്ത് കൊടുത്തുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ആശുപത്രി നടത്തിയിരുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് സമയം ചോദിക്കണമെന്നും അദ്ദേഹം തരുന്ന സമയത്ത് നിങ്ങൾ പോയി നേരിട്ട് ക്ഷണിക്കണം, കത്ത് കൊടുക്കലല്ല നേരിട്ട് ക്ഷണിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മെമ്പർമാർ ചേർന്ന് അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചപ്പോൾ 2-ാം തീയതി കാണാം, അതിന് മുമ്പ് ദുബായിക്ക് പോകണമെന്ന് പറഞ്ഞു. ദുബായിക്ക് പോകുന്നതിന് മുമ്പാണ് അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചത്. 2-ാം തീയതി തിരുവനന്തപുരത്ത് കാണാമെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞതിനനുസരിച്ചാണ് അവിടെ ചെന്നത്. അത് ചെന്നപ്പോൾ നേരിട്ട് ക്ഷണിക്കാൻ ചെന്നപ്പോൾ കിടക്കുകയാണ്. ഇപ്പോൾ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ PS ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. കത്ത് തന്നാൽ ഞങ്ങൾ കൊടുത്തോളാം എന്നവർ ഇങ്ങോട്ട് പറഞ്ഞ് നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അവർ എഴുന്നേക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തിരിച്ച് കത്ത് കൊടുത്തിട്ട് പോന്നു. അതിൽ മറ്റു വേറെ കാര്യങ്ങളൊന്നുമില്ല. യെസ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം പാലാ ഉപജില്ലയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. സ്പോർട്സ് കിറ്റിന്റെ വിതരണവും നടന്നു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം പാലാ ഉപജില്ല, പാല ERC, അധ്യാപക സദസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാല സെന്റ് മേരീസ് LP സ്കൂൾ ഹാളിൽ അധ്യാപക ദിനാഘോഷവും SSK സ്പോർട്സ് കിറ്റ് വിതരണവും നടന്നു. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കിറ്റ് വിതരണം നടത്തി. വിദ്യാർത്ഥികളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നവരാണ് നിങ്ങൾ അധ്യാപകർ ഓരോരുത്തരും.
അങ്ങനെ വിദ്യാർത്ഥിയെ നാടിനും രാജ്യത്തിനും ഏറ്റവും വലിയ ഉത്തമനായ പൗരന്മാരായി വളർത്തുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വർണ്ണനാതീതമാണ്. വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ അധ്യാപക സെക്രട്ടറി ആദരിച്ചു. ഡോക്ടർ സാബു ഡി മാത്യു പുരസ്കാര വിതരണം നടത്തി. HM ഫോറം സെക്രട്ടറി ശിവമോഹൻ ജോർജ്, പാല BRC കെ രാജ്കുമാർ, B ഷൈല, KC ജോൺസൺ, സിസ്റ്റർ ലിൻസിജ ചീരാങ്കുഴി, മോൻസി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഹ്ലാദ നിറവിൽ തിരുവോണം പടിവാതിലിൽ മഹാബലി മന്നനെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. വിപണികളിൽ വൻ തിരക്ക്. ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കം. രാജഭരണകാലത്തെ ഓർമ്മകൾ പുതുക്കി ഉത്രാടക്കിഴി സമർപ്പണം. വയസ്കര രാജ്ഭവൻ കോവിലകത്തെ സൗമ്യവതി തമ്പുരാട്ടിക്ക് കിഴിപ്പണമായി നൽകിയത് 1001 രൂപ. ബദൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അഭിപ്രായപ്പെടാതെ മന്ത്രി VN വാസവൻ. ബദൽ അയ്യപ്പ സംഗമം അവരുടെ സ്വാതന്ത്ര്യമെന്നും ദേവസ്വം മന്ത്രി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.